ശിവരാമൻ പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. റോഡുകൾ ഉപരോധിച്ചും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയുമായിരുന്നു പ്രതിഷേധം. പലയിടങ്ങളിലും പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് നടപടികൾക്കെതിരെ തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടനാധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായതോടെ പുതിയ തലത്തിലേക്കെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചും കോലം കത്തിച്ചുമാണ് പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്ന പൂജപ്പുര ജയിലിന് മുന്നിൽ വാക്കേറ്റമുണ്ടായി. ബാലരാമപുരത്ത് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ചവറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ചന്ദനത്തോപ്പിൽ ദേശീയപാത ഉപരോധിച്ചവരെയും അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കോട്ടയത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിണറായി വിജയൻ വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുകയാണെന്ന് മാത്യു കുഴനാടൻ എംഎൽഎ പറഞ്ഞു. ആലുവ റെയിൽവേ സ്റ്റേഷൻ സമീപം ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചു. മലപ്പുറം ചങ്ങരംകുളത്ത് കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാനപാത പ്രവർത്തകർ ഉപരോധിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഉപരോധിച്ചവരെ നീക്കാൻ പോലീസ് ബലം പ്രയോഗിച്ചു. നഗരമധ്യത്തിൽ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ റോഡ് ഉപരോധം നടന്നു. വയനാട്, ഇടുക്കി, പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തലിന് എതിരായ പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ. പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് സർക്കാരിന്റേതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്ത നടപടിയിൽ അതിശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത് ഗവൺമെന്റിന്റെ കളിയാണ്. ഗവൺമെന്റാണ് ജാമ്യം കൊടുക്കരുതെന്ന് നിർബന്ധിക്കുന്നത്. ഗവൺമെന്റ് ഇത്തരമൊരു വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നതിന്റെ അർത്ഥം സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. കോടതി വിധിയെപ്പറ്റി അല്ല ഞാൻ പറയുന്നത്. ഇവിടെ അനാവശ്യമായ വകുപ്പുകൾ ചേർത്ത് ഇവിടെ രാഹുലിന് ജാമ്യം കിട്ടാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചത് പോലീസും ഗവൺമെന്റുമാണ്. ആ ഗവൺമെന്റ് നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ച് മന്ത്രി പി രാജീവ് രംഗത്തെത്തി. UDF കാലത്ത് പാതിരാത്രി MLA-മാരെ പോലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം സംഘർഷം തുടർന്നാൽ ഇനിയും നിയമ നടപടി ഉണ്ടാകുമെന്നും പി രാജീവ്. നിങ്ങളൊക്കെ ഉന്നയിച്ച കാര്യങ്ങളും അവിടെ കോടതിയുടെ മുൻപാകെ അവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് കോടതി ഒരു നിലപാടെത്തിരിക്കുന്നു. അത് നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ പോലീസ് രാഷ്ട്രീയമില്ല. പോലീസ് നിയമം നോക്കും, നിയമത്തിന്റെ വഴിക്ക് പോകും. ഇപ്പൊ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ സമരം നടത്തിയവർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് 124 IPC ഇട്ടിട്ടാണ് പോലീസ് കേസെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. പോലീസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല. പല കേസുകളിലും ഇപ്പോൾ നേരത്തെ ഉള്ള ഘട്ടത്തിൽ MLA-മാരെ പോലും UDF-ന്റെ കാലഘട്ടത്തിൽ വെളുപ്പിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പലരെയും പല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ, യുവജന സംഘടനാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കോടതി കൊണ്ടുപോയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം തന്നെ സമരം വരുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ കേസുകൾ ഉണ്ടാകും. വീണ്ടും പ്രൈം ടൈം ന്യൂസിലേക്ക്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. സിനഡിലെ വോട്ടെടുപ്പിൽ പാലാ രൂപത ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് 3-2 ഭൂരിപക്ഷം നേടിയത് എന്നാണ് സൂചന. ഫലം വത്തിക്കാൻ അംഗീകരിച്ചാൽ നാളെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തുടരുന്ന സിനഡിന്റെ 2ാം ദിനമായ ഇന്ന് നടന്ന വോട്ടെടുപ്പിലാണ് പുതിയ സഭാ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. വിരമിച്ചവരടക്കം 55 ബിഷപ്പുമാരാണ് സിനഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 53 ബിഷപ്പുമാർക്കാണ് വോട്ടവകാശം. വോട്ടെടുപ്പിൽ 3-2 ഭൂരിപക്ഷം നേടുന്ന ആൾ അധ്യക്ഷനാകുമെന്നതാണ് ചട്ടം. രാവിലെ നടന്ന ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ തന്നെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനായി. പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന് 3-2 ഭൂരിപക്ഷം ലഭിച്ചതായാണ് സൂചന. വോട്ടെടുപ്പിന്റെ വിശദാംശങ്ങൾ സിനഡ് വത്തിക്കാന് കൈമാറി. വത്തിക്കാനിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കുന്നതോടെ നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും. ശനിയാഴ്ചയാണ് സിനഡ് ഔദ്യോഗികമായി സമാപിക്കുക. 24 കൊച്ചി. ഗവർണർക്ക് മുന്നറിയിപ്പുമായി CPI. ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ലിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഗവർണർക്ക് ഒരിടത്തും പോകാൻ കഴിയാത്ത വിധം പ്രതിഷേധമുണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്തി.
നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ നിയമം പ്രാവർത്തികമാക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് തടസ്സമാണെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇടുക്കിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് കാർഷിക പ്രശ്നങ്ങളാണ്. ബില്ലിൽ ഒപ്പിടാത്തത് BJPയുടെ താൽപര്യമാണെന്നും ആരോപണം. ഈ കേരളത്തിലെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ എവിടെയും പോകാനാവാത്ത രീതിയിലുള്ള ജനകീയ പ്രതിഷേധത്തിന് കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള കർഷക ജനവിഭാഗവും മുന്നോട്ടേക്ക് വരും. ഗവർണർക്ക് മലയോര ജനതയെ അറിയില്ലെന്നും ഭരണഘടനാ ബാധ്യത നിറവേറ്റണമെന്നും MM മണി MLA. ഗവർണർക്ക് അറിയില്ല മലയോര ജനതയെ. ഒരുമാതിരി അണ്ണാക്കിനകത്തൊക്കെ ഉണ്ടാക്കി വർത്തിയതാണ് ഗവർണർ. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും കാര്യം തീരുകയില്ല. വേണ്ടി വന്ന ഇവിടെ പന്തൽ കെട്ടി ഇടങ്ങോട്ട് പോകും, നമുക്കൊന്ന് കാണാം, നോക്കാം. LDF നേതാക്കളായ സത്യൻ മൊകേരി, മാത്യു ടി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. LDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മ്യൂസിയത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. ഇടുക്കിയിൽ ഗവർണർക്കെതിരെ വ്യാപക പ്രതിഷേധം. 3 SFI DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പ്രതിഷേധക്കാരെ അഭിവാദ്യം ചെയ്തായിരുന്നു ഗവർണറുടെ മറുപടി. ഗവർണറുടെ സന്ദർശനത്തിനെതിരെ ജില്ലയിൽ LDF ഹർത്താൽ ആചരിച്ചു. തനിക്കൊരിടത്തും ഭീഷണിയില്ലെന്നും പ്രതിഷേധങ്ങളെ ഭയമില്ലെന്നും വ്യക്തമാക്കിയാണ് ഗവർണർ ആലുവ ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇടുക്കിയിലെ വേദിയിലേക്ക് തിരിച്ചത്. I am already 72. I am living on borrowed times. I feel no threat from anywhere. Have you seen me walking on the road in the market in Kozhikode? ജില്ലാ അതിർത്തിയിൽ ഗവർണറെ വരവേറ്റത് SFIയുടെ കറുത്ത ബാനറും കരിങ്കൊടിയും. കനത്ത സുരക്ഷയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇൻഷുറൻസ് പദ്ധതി ഗവർണർ ഉദ്ഘാടനം ചെയ്തു. വേദിക്ക് പുറത്തേക്കിറങ്ങിയ ഗവർണറെ കാത്ത വീണ്ടും DYFI. ഇത്തവണ പ്രതിഷേധക്കാരെ അഭിവാദ്യം ചെയ്ത ഗവർണറുടെ മറുപടി. ഗവർണറെ അധിക്ഷേപിച്ച് മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട BJP ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇടുക്കിയിൽ LDF പ്രഖ്യാപിച്ച ഹർത്താൽ സമാധാനപരമായി അവസാനിച്ചു. 24 ഇടുക്കി. കോൺഗ്രസ് ഒരിക്കലും രാമക്ഷേത്രത്തെ എതിർത്തിട്ടില്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ക്ഷേത്രം തുറക്കാനുള്ള ധീരമായ തീരുമാനം രാജീവ് ഗാന്ധിയുടെയായിരുന്നുവെന്നും വിഷയത്തിൽ കോൺഗ്രസിന് ആശയക്കുഴപ്പമില്ലെന്നും DK ശിവകുമാർ വ്യക്തമാക്കി. 24 ആൻസർ പ്ലീസ് പരിപാടിയിലാണ് പ്രതികരണം. അയോധ്യ വിഷയത്തിൽ ഒരർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പ്രതികരണമാണ് കർണാടക ഉപമുഖ്യമന്ത്രിയുടേത്. കോൺഗ്രസ് ഒരിക്കലും രാമക്ഷേത്രത്തെ എതിർത്തിട്ടില്ലെന്ന് ശിവകുമാർ. വിഷയത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പമില്ലെന്നും DK ശിവകുമാർ 24നോട്. Congress has not opposed Ram Temple. You know the stand of Rajiv Gandhi. He took a very bold decision to open it. Ultimately, it has been politicalized. രാമക്ഷേത്രം തുറക്കാനുള്ള തീരുമാനം രാജീവ് ഗാന്ധിയുടേതായിരുന്നുവെന്നും ശിവകുമാർ. The country and all of them have been serving many governments. We have a culture department. We have a department which protects all religions. താൻ രാമനെയും സീതയെയും പ്രാർത്ഥിക്കുന്നു, എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്. എന്നാൽ മതപരമായ കാര്യങ്ങളെ ചിലർ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായും 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ DK ശിവകുമാർ വ്യക്തമാക്കി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു. 24 തിരുവനന്തപുരം. പശ്ചിമ ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര സർക്കാർ. ബംഗാൾ സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് റിപ്പോർട്ട് തേടിയത്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം. അതേസമയം പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസുമായി ED മേധാവി രാഹുൽ നവീൻ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു.
NGO യൂണിയൻ വനിതാ നേതാവിനോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ CPIM കോന്നി ഏരിയ കമ്മിറ്റി അംഗം സംഗേഷ് ജി നായരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്കാണ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. സംഗേഷ് ജി നായർക്കെതിരെ 4 മാസം മുൻപാണ് വനിതാ നേതാവ് CPIM ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയത്. ഇന്ന് ചേർന്ന കോന്നി ഏരിയ കമ്മിറ്റി യോഗമാണ് നടപടി തീരുമാനിച്ചത്. കോന്നിയിലെ കരിയാട്ടം എന്ന പരിപാടിക്കിടെയാണ് വനിതാ നേതാവിനോട് CPIM നേതാവ് അപമര്യാദയായി പെരുമാറിയത്. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിനെതിരായ പ്രതിഷേധം തടുപ്പിക്കാൻ അനന്തയ നീക്കങ്ങളുമായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് ബുയിസ് ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രിയെ പിന്തുണച്ച് NCP അധ്യക്ഷൻ ശരത് പവാർ രംഗത്തെത്തി. മാലദ്വീപിന് ബദലായി ലക്ഷദ്വീപ് എന്ന ചർച്ചകൾ ഉയരുന്നതിനിടെ മിനിക്കോയ് ദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ അവഹേളന പരാമർശത്തിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിനിടെയാണ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഈ മാസം അവസാനമാകും ഇന്ത്യ സന്ദർശനം. മാലദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം ഇന്ത്യ സന്ദർശിക്കുക എന്ന കീഴ്വഴക്കം മാറ്റി പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് ആദ്യം സന്ദർശിച്ചത് തുർക്കിയാണ്. പിന്നീട് UAE സന്ദർശനം നടത്തിയ പ്രസിഡന്റ് നിലവിൽ ചൈനയിലാണ്. വിമർശനങ്ങളെ പ്രധാനമന്ത്രി വ്യക്തിപരമായി കാണുന്നുവെന്ന AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വിമർശനങ്ങളെ തള്ളി NCP അധ്യക്ഷൻ ശരത് പവാർ രംഗത്തു വന്നു. മറ്റൊരു രാജ്യത്തെ മന്ത്രിമാർ പ്രധാനമന്ത്രിക്കെതിരെ പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി പദവിയെ ബഹുമാനിക്കണമെന്നും ശരത് പവാർ. മാലദ്വീപിന് ബദലായി ലക്ഷദ്വീപിലെ ടൂറിസം മേഖല ശക്തിപ്പെടുത്തണമെന്ന പ്രചാരണങ്ങൾക്കിടെ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചു. വിവാദ പരാമർശം നടത്തിയ മന്ത്രിമാരെ തള്ളി മാലദ്വീപ് MP മിക്കായിൽ നസീമും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളും രംഗത്തു വന്നു. 24 ഡൽഹി. തിരുവനന്തപുരം വിതുരയിൽ വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയെ ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിയായ സുഹൃത്ത് അച്ചു പോലീസ് കസ്റ്റഡിയിലാണ്. വിതുര സ്വദേശി സുനിലയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ പുലർച്ചെ ചികിത്സയ്ക്കായി വീട് വിട്ടിറങ്ങിയതാണ് വിതുര സ്വദേശിനി 22-കാരിയായ സുനില. സുഹൃത്തിനൊപ്പം മെഡിക്കൽ കോളേജിലേക്ക് പോയെന്നായിരുന്നു വീട്ടിൽ പറഞ്ഞത്. പിന്നീട് യുവതി തിരിച്ചെത്തിയില്ല. ഇതിനെ തുടർന്ന് ഭർത്താവ് വിതുര പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണത്തിനിടയിലാണ് വീടിന് സമീപത്തെ വനത്തിനോട് ചേർന്ന ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഇന്ന് വൈകിട്ട് സുനിലയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസിന്റെ അന്വേഷണത്തിൽ യുവതി ആൺസുഹൃത്തിനൊപ്പം പോയതെന്ന് തെളിഞ്ഞു. തുടർന്ന് സുഹൃത്ത് അച്ചുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. യുവതിയെ ഇയാൾ കഴുത്തുഞെരിച്ച് കൊന്നതാണെന്ന് മൊഴി നൽകി. ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ മരിക്കാനായിരുന്നു പദ്ധതി. കൊലയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു യുവാവിന്റെ നീക്കം. നിലവിൽ നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസിന്റെ അന്വേഷണം. കസ്റ്റഡിയിലുള്ള യുവാവിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ ദുരഭിമാന കൊല. തഞ്ചാവൂരിൽ ദളിത് യുവാവിനെ വിവാഹം ചെയ്ത 19-കാരിയെ ചുട്ടുകൊന്നു. പിതാവ് ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തഞ്ചാവൂർ സ്വദേശി നവീന്റെ ഭാര്യ ഐശ്വര്യയാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. സ്കൂൾ പഠനകാലം മുതൽ പ്രണയത്തിലായിരുന്നു നവീനും ഐശ്വര്യയും. ഡിസംബർ 31-ന് തിരുപ്പൂരിൽ വെച്ചാണ് വിവാഹിതരായത്. വീരപാണ്ടിയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയായിരുന്നു ഇരുവരും. தீபாவளி முடிஞ்சு ஊருக்கு கூட்டு போனோம் சார். ஊருக்கு கூட்டு போயிட்டு அங்கே போய் ஒரு 3 நாள் விட்டுருந்தோம். கம்பெனியில் ஃபோனு இப்போ பணம் ATM எல்லாம் எடுத்துக்கிட்டாங்கன்னு சொல்லி எனக்கு கால் பண்ணிச்சு. நான் போயிட்டு கூப்பிட்டு வந்து என் கூட தான் வச்சுருந்தேன். நான் ஒரு 2 மாதமாக என் கூட தான் இருந்துட்டு ஒரே ரூமில் தான் இருந்தோம். ஒன்றா தான் வேலைக்கு போய்கிட்டு இருந்தோம். ജനുവരി 2-നാണ് ഐശ്വര്യയുടെ പിതാവ് പെരുമാൾ മകളെ കാണാനില്ലെന്ന് കാണിച്ച് പല്ലടം പോലീസിൽ പരാതി നൽകിയത്. ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ശേഷം ബന്ധുക്കൾക്കൊപ്പം പോകാൻ ഐശ്വര്യയോട് പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു. 3-ാം തീയതി ഐശ്വര്യ പൊള്ളലേറ്റ് മരിച്ചുവെന്ന വാർത്ത നവീൻ അറിഞ്ഞു. തുടർന്ന് നവീൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഐശ്വര്യയുടെ പിതാവ് പെരുമാൾ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഐശ്വര്യയെ വീട്ടിലെത്തിച്ച ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. 24 ചെന്നൈ. കോഴിക്കോട് നന്ദി കടലൂരിൽ കടലിൽ വീണ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കടലൂർ സ്വദേശി റസാഖ് പീടികവളപ്പിലാണ് മരിച്ചത്. വടക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് ഇന്നലെ വൈകിട്ട് 6:30-യോടെയാണ് മത്സ്യത്തൊഴിലാളികളുടെ വള്ളം മറിഞ്ഞത്. ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും റസാഖ് പീടികവളപ്പിലിനെ കാണാതായി. 20 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രക്ഷപ്പെടുത്തിയ കട്ടാങ്കണ്ടി അഷ്റഫിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു.
അതേസമയം പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോടിന്റെ നഗര മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴ പെയ്തു. കിഴക്കൻ മലയോര മേഖലയിലെ ശക്തമായ മഴ ഇരവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിന് കാരണമായി. കുളിരാമുട്ടിയെയും കൂടരഞ്ഞിയെയും ബന്ധിപ്പിക്കുന്ന പാലത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കുളിരാമുട്ടിയിൽ ട്രാൻസ്ഫോമർ വെള്ളത്തിനടിയിലായതോടെ വൈദ്യുതി വിച്ഛേദിച്ചു. കൊയിലാണ്ടിയിലടക്കം ദേശീയപാതയിലെ താഴ്ന്നിടങ്ങളിൽ വെള്ളം കയറി. എരഞ്ഞിക്കലിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിൽ മരം വീണു. യാത്രക്കാർക്ക് പരിക്കില്ല. 24 കോഴിക്കോട്. ഡോക്ടേഴ്സിന്റെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമമുണ്ടെന്ന പരാതി മന്ത്രി തള്ളി. കോ ബ്രാൻഡിംഗിന്റെ പേരിൽ കേന്ദ്രം ഫണ്ട് തടയുന്നുവെന്നും മന്ത്രി ആരോപിച്ചു. ഡോക്ടേഴ്സിന്റെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽപ്പന നടത്തുന്ന മെഡിക്കൽ സ്റ്റോറുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇത്തരം വിൽപ്പന പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തും. ആരെങ്കിലും ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അവർക്ക് ആൻറ്റിബയോട്ടിക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സ് കൺട്രോളറെ അറിയിച്ചാൽ, അത് ടോൾ ഫ്രീ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് അറിയിച്ചാൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്നുക്ഷാമമുണ്ടെന്ന ആരോപണം മന്ത്രി തള്ളി. കാരുണ്യ ഔട്ട്ലെറ്റുകളിൽ മരുന്ന് ലഭ്യതയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും മന്ത്രി. കാരുണ്യ വഴി ഏതെങ്കിലും ഈ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകൾ ഒരു രോഗി വന്ന് ഈ മരുന്ന് കാണിച്ചാൽ അവരത് സ്കാൻ ചെയ്ത് KMCL അയച്ചു കൊടുത്ത് അടുത്ത തവണ അവിടെ അത് ഉണ്ടാകണം എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പോൾ ആ രീതിയിലാണ് ഉള്ളത്. പരമാവധി എല്ലാ മരുന്നുകളും അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കോ ബ്രാൻഡിംഗിന്റെ പേര് പറഞ്ഞ കേന്ദ്രം ആരോഗ്യവകുപ്പിനുള്ള ഫണ്ട് തടഞ്ഞുവെക്കുന്നുവെന്ന് മന്ത്രി ആരോപിച്ചു. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റില്ലെന്നും മന്ത്രി. ഡിസംബർ 31-നകം പേര് മാറ്റി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണം. നമ്മളത് ബുദ്ധിമുട്ടാണ്, അത് പുനഃപരിശോധിക്കണം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് 820 കോടി രൂപയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ളത്. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ഇന്ത്യയിലെത്തിയ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് ഊഷ്മള വരവേൽപ്പ്. അഹമ്മദാബാദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചു. വൈബ്രന്റ് ഗുജറാത്ത് അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ 10ാമത് എഡിഷനിൽ പങ്കെടുക്കുന്നതിനായാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശനം. അഹമ്മദാബാദ് വിമാനത്താവളത്തിലിറങ്ങിയ UAE പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ വിമാനത്താവളത്തിലെത്തി. ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രിയോടൊപ്പം റോഡ് ഷോയിലും UAE പ്രസിഡന്റ് പങ്കെടുത്തു. UAE വാണിജ്യ സഹമന്ത്രിയും ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നുള്ള മുഴുവൻ പ്രതിനിധി സംഘവും വിവിധ ലോക നേതാക്കളും വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 24 ഡൽഹി. കാസർഗോഡ് ചെറുവത്തൂരിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടിയതിൽ പ്രതിഷേധിച്ച് CPIM നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങിയ പ്രവർത്തകർ. 200ഓളം പ്രവർത്തകരാണ് വായ് മൂടിക്കെട്ടി പ്രകടനം നടത്തിയത്. ചെറുവത്തൂരിലെ സ്വകാര്യ ബാറിനു വേണ്ടി നേതാക്കൾ ഇടപെട്ടുവെന്നാണ് പ്രവർത്തകരുടെ പരാതി. CPIM ശക്തി കേന്ദ്രമായ ചെറുവത്തൂരിൽ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുകയാണ് പ്രവർത്തകർ. ബാനർ പോരിനും CITU പ്രവർത്തകരുടെ കാവൽ സമരത്തിനും പിന്നാലെയാണ് തെരുവിലിറങ്ങി പ്രതിഷേധം കടുപ്പിച്ചത്. ചെറുവത്തൂർ ടൗണിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് പൂട്ടേണ്ടി വന്ന മദ്യശാലയുടെ പേരിലാണ് നേതൃത്വത്തിനെതിരെയുള്ള പരസ്യ പ്രതിഷേധം. സമീപത്തെ സ്വകാര്യ ബാറിനു വേണ്ടി നേതാക്കൾ ഇടപെട്ടുവെന്നാണ് ആക്ഷേപം. പാർട്ടി എന്താണ് പിന്നെ മറച്ചു വെക്കുന്നത്? ആരാണ് ഇതിന്റെ പൂട്ടാൻ വേണ്ടി പറഞ്ഞ ആളെ പേര് പറയുന്നില്ലല്ലോ. പാർട്ടി ബന്ധപ്പെട്ട നമ്മുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, ഇവിടെ ബീവറേജ് വന്നതും അറിഞ്ഞില്ല, പൂട്ടിയതും അറിഞ്ഞില്ല എന്ന്. ജില്ലാ സെക്രട്ടറി നേതൃത്വം തീർച്ചയായിട്ടും അറിയണ്ടേ? നമ്മൾ ആദ്യം ഇതിന്റെ കാവൽ മാത്രമാണ് ഏർപ്പെടുത്തിയത്. ഇപ്പം പല പ്രദേശങ്ങൾ 10-15ഓളം പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഫ്ലക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയായാലും ടൗണിലടക്കം ഫ്ലക്സ് വെച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുകയാണ്. സ്വകാര്യ ബാറിനു വേണ്ടി പണം വാങ്ങി ബിവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടിച്ചുവെന്ന ആരോപണം നേതൃത്വം തള്ളി. വിഷയം ചർച്ച ചെയ്യാൻ മാത്രം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. സമവായം സാധ്യമാകണമെങ്കിൽ ബാർ ഉടമയ്ക്ക് വേണ്ടി നടത്തിയ ഇടപെടൽ തിരുത്തണമെന്നാണ് പ്രതിഷേധപക്ഷത്തുള്ളവരുടെ നിലപാട്. 24 കാസർഗോഡ്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സുവർണ കിരീടം ചൂടിയ കണ്ണൂരിന്റെ പ്രതിഭകളെ വരവേറ്റ് നാട്. ജില്ലാ അതിർത്തിയായ ന്യൂമാഹിയിൽ കലോത്സവ ടീമിനെ സ്വീകരിച്ചു. തുറന്ന വാഹനത്തിൽ ആഘോഷപൂർവ്വം കണ്ണൂരിലേക്ക് എതിരേറ്റു. കണ്ണൂർ നഗരത്തിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം മയ്യഴിപ്പുഴ കടന്ന് സ്വർണ്ണക്കപ്പ് കണ്ണൂരിന്റെ മണ്ണിൽ. ജില്ലാ അതിർത്തിയായ ന്യൂമാഹിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിൽ കൗമാര കലാപ്രതിഭകൾക്ക് സ്വീകരണം. തുടർന്ന് തുറന്ന വാഹനത്തിൽ കണ്ണൂരിലേക്ക്. വഴിനീളെ നിരവധിയിടങ്ങളിൽ സ്വീകരണങ്ങൾ. ടൗൺ സ്ക്വയറിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. മഴയെ അവഗണിച്ചും നിരവധി പേരാണ് കലാപ്രതിഭകളെ സ്വീകരിക്കാൻ വിവിധയിടങ്ങളിലെത്തിയത്. 24 കണ്ണൂർ. ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിൽ തിരിച്ചടി മറികടക്കാൻ നീക്കങ്ങൾ ആരംഭിച്ച് ഗുജറാത്ത് സർക്കാർ. വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ നിയമോപദേശം തേടും. സംസ്ഥാനത്തിന് എതിരായ വിമർശനങ്ങൾ നീക്കിക്കിടണം എന്ന ആവശ്യമാകും ഉന്നയിക്കുക. ജയിലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് മഹാരാഷ്ട്ര സർക്കാരിന് വിടുതൽ ഹർജി നൽകാൻ പ്രതികൾ ശ്രമം തുടങ്ങി. പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിമർശനങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ. ബിൽക്കിസ് ബാനു കേസിലെ തുടർ നടപടികളിൽ നിയമോപദേശം തേടാനായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തിനകത്ത് നടന്ന ക്രിമിനൽ കുറ്റത്തിന്മേൽ നടപടിക്കുള്ള അധികാരം ഗുജറാത്തിനാണെന്ന വാദത്തിലാകും ശ്രദ്ധയൂന്നുക. പ്രതികൾക്ക് മാനസിക പരിവർത്തനം വന്നു എന്നത് ഉത്തമമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോടതി നടത്തിയ വിമർശനങ്ങളും ഗുജറാത്ത് അംഗീകരിക്കുന്നില്ല. ഇതും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലെത്തിക്കും. റിവ്യൂ വേണമോ റിവിഷൻ വേണമോ എന്നതും നിയമോപദേശമാകും നിശ്ചയിക്കുക. മറുവശത്ത് ജയിലിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് 11 പ്രതികളും മഹാരാഷ്ട്ര സർക്കാരിനും വിടുതൽ അപേക്ഷ നൽകും. മാനസിക പരിവർത്തനമുണ്ടായതും മോചനശേഷമുള്ള ജീവിതവും ചൂണ്ടിക്കാട്ടിയാകും അപേക്ഷ. സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ ബിൽക്കിസ് ബാനുവിനുള്ള സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 70 വയസ്സുകാരന് 67 വർഷം കഠിന തടവും 3,50,000 രൂപ പിഴയും. കോഴിക്കോട് അതിവേഗ പോക്സോ പ്രത്യേക കോടതിയാണ് മടാശ്ശേരി സ്വദേശി ചെന്നന് ശിക്ഷ വിധിച്ചത്. 2016 മുതൽ 2018 വരെ പല ദിവസങ്ങളിലായി 10 വയസ്സുകാരിയെ വീട്ടിനകത്തും ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് വിധി. പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞ കുട്ടിയിൽ നിന്ന് അധ്യാപകരാണ് പീഡനവിവരം അറിഞ്ഞത്. മുക്കം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2019 കുറ്റപത്രം സമർപ്പിച്ചത്. 15 സാക്ഷികളെ വിസ്തരിച്ചു. 22 രേഖകൾ കോടതിയിൽ സമർപ്പിച്ചു. 67 വർഷം കഠിന തടവാണ് ശിക്ഷിച്ചിട്ടുള്ളത്. 3,50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 15 സാക്ഷികളെ വിസ്തരിച്ചു. 3,50,000 രൂപ പ്രതി പിഴ അടയ്ക്കണം. ഇതിൽ നിന്ന് 3 ലക്ഷം രൂപ പെൺകുട്ടിക്ക് നൽകണം. കോഴിക്കോട് അതിവേഗ പോക്സോ കോടതി ജഡ്ജ് രാജീവ് ജയരാജാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി RN രഞ്ജിത്ത് ഹാജരായി. 24 കോഴിക്കോട്. കൊല്ലം ചക്കുവള്ളിയിൽ അനധികൃതമായി സൂക്ഷിച്ച 5 ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. ഗാർഹിക സിലിണ്ടറിൽ നിന്ന് വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ സിലിണ്ടറിലേക്ക് ഇന്ധനം പകരുമ്പോഴാണ് സ്ഫോടനമുണ്ടായത്. CPIM മുൻ ലോക്കൽ സെക്രട്ടറി പ്രകാശ് ജെ കുറുപ്പിന്റെ വീട്ടിലും സമീപത്തെ ഷെഡിലുമാണ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നത്. കൊല്ലം ചക്കുവള്ളി പോരുവഴി ചെമ്മാട്ടുമുക്കിന് സമീപമാണ് അനധികൃതമായ സംഭരണ കേന്ദ്രത്തിലെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത്. CPIM മുൻ ലോക്കൽ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചു വന്ന ഗ്യാസ് സംഭരണശാലയിലാണ് ഇന്നുച്ചയ്ക്ക് 12:45 ഉഗ്ര സ്ഫോടനം ഉണ്ടായത്. വീടിനോട് ചേർന്നുള്ള ഷെഡിൽ പ്രവർത്തിച്ചു വന്ന അനധികൃത സംഭരണ കേന്ദ്രത്തിൽ ഗാർഹിക സിലിണ്ടറിൽ നിന്നും വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ സിലിണ്ടറുകളിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്നതിനിടയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. 5ലധികം സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചെന്നാണ് പ്രാഥമിക വിവരം. ഈ സമയം ഗ്യാസ് നിറയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. 200ഓളം നിറ സിലിണ്ടറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. CPIM മുൻ ലോക്കൽ സെക്രട്ടറി പ്രകാശ് ജെ കുറുപ്പിന്റെ ഉടമസ്ഥയിലുള്ളതാണ് അനധികൃതമായ സംഭരണ കേന്ദ്രം. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ മറ്റൊരു CPIM നേതാവിനും CPIM ഏരിയ കമ്മിറ്റി അംഗത്തിനും ഈ അനധികൃത സംഭരണശാലയിൽ പങ്കാളിത്തമുണ്ടെന്നാണ് വിവരം. പന്തളം തുമ്മമണ്ണിൽ പ്രവർത്തിക്കുന്ന ഗ്യാസ് ഏജൻസിയുടെ മറവിലാണ് ചക്കുവള്ളിയിലെ ഈ അനധികൃത കേന്ദ്രം പ്രവർത്തിച്ചു വന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിപ്പറത്തിയാണ് സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചതെന്നും പരാതിയുണ്ട്. ശാസ്താംകോട്ടയിൽ നിന്നടക്കം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഉടമസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നില്ല. സംഭവം വാർത്തയായതിനു പിന്നാലെയാണ് ശൂരനാട് പോലീസ് സംഭവത്തിൽ കേസെടുത്തത്.
24 കൊല്ലം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ശബരിമല വാർത്തകൾ. ശബരിമല സോപാനത്ത് ഫ്ളൈ ഓവറിന് താഴെ കൈവരി തകർന്നു. ഉച്ചയോടെ ശ്രീകോവിലിന് സമീപത്തുണ്ടായ തിരക്കിനിടെയാണ് അപകടമുണ്ടായത്. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി തീർത്ഥാടകർ ക്യൂവിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. സന്നിധാനത്തെ സുരക്ഷാ ഡ്യൂട്ടിക്കായി പുതിയ പോലീസ് സംഘം ചുമതലയേറ്റു. ഉച്ചയോടെയുണ്ടായ തിരക്കിനിടയിലാണ് സംഭവം. നേരത്തെ അപകടാവസ്ഥയിലുണ്ടായിരുന്ന കൈവരിക്കുമേൽ സമ്മർദ്ദം കൂടിയതോടെയാണ് തകർന്നു വീണത്. കുട്ടികളുടെ വരി ഉൾപ്പെടെ ഈ ഭാഗത്തായതിനാൽ ഇന്ന് രാവിലെ മുതൽ അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. കൈവരി തകർന്നതോടെ ഭക്തരെ നിയന്ത്രിക്കാൻ പോലീസും ബുദ്ധിമുട്ടുന്നുണ്ട്. 4300-ലധികം അയ്യപ്പന്മാരാണ് ഒരു മണിക്കൂറിൽ 18-ാം പടി കയറുന്നത്. ഭക്തരെ മർദ്ദിക്കുന്നെന്ന പരാതി ഉയർന്നതോടെ 18-ാം പടിയിൽ ബലം പ്രയോഗിച്ച് വേഗം കൂട്ടുന്നത് പോലീസും നിർത്തി. ഇതോടെ 18-ാം പടിക്ക് താഴെയും തിക്കും തിരക്കും രൂക്ഷമാണ്. പമ്പയിലും മരക്കൂട്ടത്തും ഉൾപ്പെടെ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. ശബരിപീഠം മുതൽ ഘട്ടം ഘട്ടമായാണ് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. பயங்கர இது டார்ச்சர். இந்த வருஷம் தான் இவ்வளோ ரஷ்ஷாக இருக்குது. இன்னும் கொஞ்சம் பெட்டராக ஏதாவது பண்ணால் இன்னும் கொஞ்சம் நல்லாயிருக்கும் தரிசனம் பண்ணுறதுக்கு. சுற்றி விட்டாங்கன்னா இந்த வண்டியை வந்தானா சாமி கொஞ்சம் நல்லா பார்க்கலாங்கிறாங்க. ஆனால் இங்கே வந்து நம்ம பார்க்கும்போது பார்த்தீங்கன்னா எல்லாத்தையும் ஒட்டுக்கா விட்டுறாங்க. മകരവിളക്കിന് മുന്നോടിയായുള്ള സന്നിധാനത്ത് സുരക്ഷാ ചുമതല ആന്റി നക്സൽ സ്ക്വാഡ് തലവൻ സുജിത് ദാസ് IPS ഏറ്റെടുത്തു. തിരക്ക് നിയന്ത്രിക്കാൻ 2500 പോലീസുകാരാണ് സുരക്ഷയൊരുക്കുക. 24 സന്നിധാനം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തീരശോഷണം ഉണ്ടാക്കിയോ എന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയില്ല. അന്തിമ റിപ്പോർട്ട് നൽകേണ്ടിയിരുന്നത് ഈ മാസം 7-നാണ്. സമിതിക്ക് ഒരു മാസം കൂടി സമയം നീട്ടി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറക്കും. 2022 ഒക്ടോബറിൽ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കാലാവധി നേരത്തെയും നീട്ടി നൽകിയിരുന്നു. എന്നാൽ സമിതി ഇതുവരെ ഇടക്കാല റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ല. വിഴിഞ്ഞം സമരം അവസാനിപ്പിക്കാൻ സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തീരശോഷണം പഠിക്കാനുള്ള വിദഗ്ധ സമിതി. 2023 ജൂലൈയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു സമിതിയോട് സർക്കാർ ആദ്യം ആവശ്യപ്പെട്ടത്. എന്നാൽ 2024 ജനുവരി 7 വരെ കാലാവധി നീട്ടിവാങ്ങി. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് സമിതി ഇപ്പോൾ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഒരു മാസം കൂടി കാലാവധി നീട്ടി നൽകാനാണ് സർക്കാർ തീരുമാനം. കാലാവധി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കും. തുറമുഖ നിർമ്മാണം വിഴിഞ്ഞത്ത് വ്യാപകമായി തീരശോഷണം ഉണ്ടാക്കിയെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. 24 തിരുവനന്തപുരം. ഇടുക്കി പന്നിയാർ എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച തൊഴിലാളിയുടെ മൃതദേഹവുമായി പ്രതിഷേധം. കുടുംബത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധം. കൊല്ലപ്പെട്ട പരിമളയുടെ കുടുംബത്തിന് ധനസഹായം, കാട്ടാനയുടെ സാന്നിധ്യം വിലയിരുത്തുവാൻ വാച്ചർമാരെ നിയമിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. 2 മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ മാനേജ്മെന്റ് അനുകൂല നിലപാട് സ്വീകരിച്ചു. കാട്ടാനയുടെ സാന്നിധ്യമറിയാൻ 4 വാച്ചർമാരെ നിയമിക്കുമെന്നാണ് ഉറപ്പ്. ഇവരുടെ നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രം തൊഴിലാളികൾ ജോലിക്കിറങ്ങിയാൽ മതി. പിന്നെ വാച്ചറിനെ പറഞ്ഞ പോലെ സഖാവ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതാക്കും. ആൾക്കാർ ആദ്യം വാച്ചർ പോവും, പിന്നെ പണിക്ക് ആൾക്കാർ പോവും. പിന്നെ അവരെ വിദ്യാഭ്യാസ യോഗ്യത പോലെ ഈ ജോലിക്കാരെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തെല്ലാം കമ്പൻസേഷൻ എന്തെല്ലാം കിട്ടുന്ന എന്തെല്ലാം കമ്പനീനെ വക വേണ്ടായിരുന്നു അത് കമ്പനി ചെയ്യും. തീരുമാനം അംഗീകരിച്ച തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചു മടങ്ങി. പന്നിയാറിലെ കമ്പനി ശ്മശാനത്തിലാണ് പരിമളയുടെ മൃതദേഹം സംസ്കരിച്ചത്. ഇന്നലെ ജോലിക്കായി എസ്റ്റേറ്റിൽ എത്തിയപ്പോഴായിരുന്നു പരിമളയെ കാട്ടാന ആക്രമിച്ചത്. 24 ഇടുക്കി. ST ക്രിക്കറ്റ് സ്കൂളുമായി സഹകരിച്ച് സ്വാൻറ്റൺസ് ക്രിക്കറ്റ് ക്ലബ്ബ് നടത്തുന്ന 9ാമത് യൂണിമണി കോർപ്പറേറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ട്രോഫി കൊച്ചിയിൽ അനാച്ഛാദനം ചെയ്തു. നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവാണ് ട്രോഫി അവതരിപ്പിച്ചത്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം ക്യാപ്റ്റൻ ലളിത് ഗിരിലാലിന്റെ പേരിലാണ് ഇത്തവണ നൽകുന്നത്. യൂണിമണി ഫിനാൻഷ്യൽ സർവീസ് നടത്തുന്ന ടൂർണമെന്റിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 24 ടീമുകൾ പങ്കെടുക്കും. കൊച്ചി നടന്ന പരിപാടിയിൽ യൂണിമണി ഡയറക്ടറും സിഇഒയുമായ കൃഷ്ണൻ ആർ, മുൻ രഞ്ജി ക്യാപ്റ്റൻ ഫിറോസ് റഷീദ്, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ടിനു യോഹനാൻ, ജോർജ് ജോസഫ്, സെബാസ്റ്റ്യൻ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.